നോമ്പ് ഒരിട്ട് എങ്ങനെയുണ്ട്? നല്ലതുണ്ട് എന്നാല് നല്ല രസം വന്നാല് ക്ഷീണാണ് പൈച്ചാണ് രണ്ടുണ്ട് പറയണ്ട ഞാനല്ല ഉണ്ടാക്കണേ. അല്ല ഈ നമ്മളിവിടെ എങ്ങനെ പറഞ്ഞാ മതി. നമ്മളിവിടെ നീ ഉണ്ടാക്കണേ, ഇപ്പൊ നാട്ടുകാർ ഉണ്ടാക്കണേ പറയുമ്പോ ഈ നാട്ടുകാരെ കൂടി ഉണ്ടാക്കണേ. പറയാ ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ആർക്കൊക്കെ നോമ്പുണ്ട്? മോനില്ല ഇപ്പാടെ വെള്ളം എടുത്തിട്ടുണ്ടോ? അപ്പൊ എന്താ കുഞ്ഞിപ്പാട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇൻട്രോ കൊടുക്കും. എനിക്ക് നേരല്ലേ അല്ലേ? പിന്നെ ഇബലും കിട്ടൂലേ. ഇബലിപ്പോ മൂന്നാളും കൂടി ഇവിടെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. മോൾട്ടിഞ്ഞ് കുറച്ച് ഓല് മോള് മുങ്ങും. അപ്പൊ ഇന്ന് ഓക്ക് പറ്റാത്ത കൂട്ടാനാണ് അല്ലേ? അപ്പൊ ഇന്ന് ഓള് നോമ്പറക്കാണ്ടാവൂല. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാല്, ഇന്നത്തെ നോമ്പിന്റെയും ഇന്ന് മുഹറം 10 ഒരു നോമ്പിന്റെ ഒരു ഫീൽ ഇല്ലേ? നോമ്പ് നമ്മുടെ റമളാൻ മാസത്തിന്റെ ഒരു ഇതില്ലേ? നല്ല രസമുണ്ടല്ലേ? നോമ്പ് ഒരിട്ട് എങ്ങനെയുണ്ട്? നല്ലതുണ്ട് എന്നാല് നല്ല രസം വന്നാല് ക്ഷീണാണ് പൈച്ചാണ് രണ്ടുണ്ട് ദാഹമുണ്ട്. അതുകൊണ്ടാണ് ദാഹം. ഇന്ന് പൊന്നെന്താ താത്തിന് ഇന്ന് പറഞ്ഞു കൊടുത്താ? കട്ടിപ്പത്തിരി, പിന്നെ ചിക്കൻ കറി. ഇതെന്തേന്? ഒരു പൊറാട്ട. അപ്പം ഇന്ന് അത്താഴത്തിന് ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കിയിരുന്നിട്ട് നല്ല അടിപൊളിയാണ്. ഉള്ളി ഇഞ്ചിന്നാണ് പെരിഞ്ചീരക അരച്ചിക്കണം. നമ്മൾ എന്താ പറയുക, പൊരിച്ചപ്പത്തിരി ഉണ്ടാക്കൂല, അതേപോലെ അത് കട്ടിപ്പത്തിരി ആക്കി ചുട്ട്. അപ്പോൾ വാവക്ക് നല്ല ഇഷ്ടമായിരിക്കണം. അപ്പം നല്ല തിന്ന് എല്ലാവരും അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവാൻ നിൽക്കുകയാണ്. അസ്രസ് കേച്ച്. നിങ്ങളൊക്കെ അസ്രസ് കേച്ചാ? 3 ആൾ നിസ്കരിച്ചാ? ഇവരൊക്കെ നല്ല കുട്ടികളാട്ടാ. മോൾട്ടിയൊക്കെ ഇന്നലെ നിങ്ങൾ മോൾട്ടി നിസ്കരിച്ച് കണ്ടില്ലേ? അപ്പോൾ ഇന്നെന്താ ഫുഡ് പറഞ്ഞു കൊടുത്താണ്? നെയ്ച്ചോറും ബീഫ് എന്താണ് വരട്ടിയതും അല്ലേ? അപ്പൊ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കണത്, ബീഫ് ഗ്രേവി ഉണ്ടാക്കുക. കറി നമ്മളെ കുട്ടിമോനക്കൊന്നും കറി ഇഷ്ടമല്ല, അവനക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ പൊരിച്ചതാണ് ഇഷ്ടം, എനിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ ബാവ അവിടെ പുറത്തുണ്ട്, കുഞ്ഞിപ്പാട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അപ്പം നമുക്ക് എല്ലാവർക്കും അതാ ഇവിടെ നെയ്ച്ചോറിന്റെ അരി കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി കഴിഞ്ഞ് മില്ലിന്നാണ് മുളക് പൊടി വാങ്ങലിട്ടാ. അപ്പൊ വാങ്ങുന്ന കട തുറന്നിട്ടില്ല. എന്താ അവര് ലീവാണ്. ഒന്ന് മുഹറമ്പത്തായതുകൊണ്ട് അവർ വെള്ളിയാഴ്ച തുറക്കാറുണ്ട്. അപ്പൊ അതാ ബിരിയാണി നെയ്ച്ചോറിനുള്ള അരി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, മുളക് പൊടി കഴിഞ്ഞു 2-3 ദിവസമായി പറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കണാണ്. ചിലപ്പോൾ ചെല്ലുമ്പോ പാക്കറ്റ് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ പാവല്ലേ, നമ്മൾ അടുത്തുള്ള ഒരു മില്ലിലുണ്ട്, ഫ്രഷ് ആയിട്ട് പൊടിച്ചു കൊടുക്കുന്നത്. അടിപൊളിയാ. വയസ്സമ്പടിക്കുണ്ട്, അതിനാണ് വാങ്ങല്. പിന്നെ മല്ലി ഞാൻ പിന്നെ പുറത്ത് കൊടുക്കൂല. ആ ചെറിയൊരു പാക്കറ്റ് വാങ്ങി. അപ്പൊ ഇന്ന് ബീഫാണ്. ബീഫ് ഞാൻ വേവിച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ ഈ നെയ്യൊക്കെ ഒന്ന് ഒഴിവാക്കും. നല്ലോണം തിളപ്പിച്ചാണ്. വേവിന്റെ അടുത്ത് വരെ തിളപ്പിച്ചിക്കണം. എന്നിട്ട് ഈ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ തിളപ്പിച്ച നെയ്യാണ് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കണ ഏറ്റവും ഉത്തമം. ഇന്നത്തെ ഐറ്റംസ് ബീഫ് ഒലത്തിയതും നെയ്ച്ചോറും ആണ്. നിങ്ങൾ ഓരോരോ പേരാണ്ട് ഇടും. അപ്പൊ എന്താ ഐറ്റം? പിന്നെ ഇന്നെന്താ? അതായത് ബീഫ് വരട്ടിയല്ലേ? വരട്ടിയത് അതാണത് ഒലത്തിയത്. അതെ, ഞങ്ങൾ പട്ടാമ്പിക്കാരുടെ ഭാഷയാണ്. നിങ്ങള് പട്ടാമ്പിയല്ലേ? എപ്പോഴാണ് പട്ടാമ്പി? ഇമ്മ പറയാൻ പിന്നെയും കുഴപ്പമില്ല. ഞാൻ എന്റെ ഉമ്മ ഇപ്പൊ പട്ടാമ്പിക്കാരാണ്. അല്ലല്ല, നിങ്ങളെ ഉമ്മയിപ്പിയാണ് പട്ടാമ്പി, വേറെ നിങ്ങള് പട്ടാമ്പി സ്റ്റേ ആയതല്ലേ? അല്ല, ഇവിടെ കുറുകാദേശത്ത് ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഇത്രയും കാലങ്ങൾ ഇവിടെയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാ പട്ടാമ്പിക്കാരനാവുക? ജനിച്ചു വളരണം, അപ്പളാ നാടാവുക. ഞാൻ വളർന്നല്ലോ ഇവിടെ വന്ന്. ആയിക്കോട്ടെ, മലപ്പുറാണ്. ആയിക്കോട്ടെ, മേലെ ബീഫ് കായം പറ്റിയത് അല്ലെ? അങ്ങനല്ലേ? ബീഫ് വരട്ടിയത്. ബീഫ് വരട്ടിന്ന് വെച്ചാല് ഞാൻ ഇതൊക്കെ തമാശ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് മാളും ബീഫ് പറയണ്ട. ഞാനല്ല ഉണ്ടാക്കണേ. അല്ല, നമ്മളിവിടെ എങ്ങനെ പറഞ്ഞാ മതി. നമ്മളിവിടെ നീ ഉണ്ടാക്കണേ, ഇപ്പൊ നാട്ടുകാർ ഉണ്ടാക്കണേ. പറയുമ്പോ ഈ നാട്ടുകാരെ കൂടി ഉണ്ടാക്കണേ.
പറയാ ഈ ഉണ്ടാവുമ്പോ അന്നല്ല പറയാ. അല്ല ഇതിനെ കാട്ടി ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുണ്ട്. പിന്നെ പറയുമ്പോ അതുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ഓരോ ഡിഫറെന്റ് ടേസ്റ്റുകൾ ഓരോ കൈക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കൂടുതലായിട്ട് കിട്ടിയത് എന്റെ ടേസ്റ്റ് ആണ്. കാരണം അജ്ജ് ഉണ്ടാക്കുന്ന ടേസ്റ്റില് ഞാൻ കഴിക്കണത് അങ്ങനെ ഇല്ലേ. അതല്ല ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും എനിവേ ഞാൻ ഉണ്ടാക്കണത് മാളും ഉണ്ടാക്കണത് അത് ഓരോരുത്തർക്ക് ഇപ്പൊ എല്ലാ കഴിവും എല്ലാവർക്കും കിട്ടൂല. ശരിയല്ലേ? എനിക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, മാളുവിനില്ലാത്ത ഒരുപാട് കഴിവുകളുണ്ടാവും, നിങ്ങൾക്കില്ലാത്ത ഒരുപാട് കഴിവുകള്. പക്ഷെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തില് മാളുവിന് ചിലപ്പം ഉമ്മാന്റെയും വല്യമ്മാന്റെ ഒക്കെ ഒരുതായിട്ട് കിട്ടിയതാവും. നല്ല ടേസ്റ്റാണ് ഫുഡുകൾ ഉണ്ടാക്കിയത്. ഏതൊന്ന് വേണേ കഴിച്ചോട്ടെ, ഇങ്ങനെ ഉണ്ടാക്കിയാലും പൊട്ടച്ചനെ മാളിങ്ങനെ കഴിച്ചോട്ടെ, ഉണ്ടാക്കിയാലും അതും ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഞാനൊക്കെ എങ്ങനെ ചിലപ്പോ മെനക്കെട്ടുണ്ടാക്കിയാലും ചിലപ്പോ ശരിയായിക്കൊള്ളുന്നില്ല. ചിലപ്പോ അത് ഇതെങ്ങനെയും നന്നാവണം ഉണ്ടാക്കിയാലും മെയിൻ എന്താ അറിയോ, ബിരിയാണിയോ ചിക്കൻ ഗ്രേവി ഒക്കെ ഉണ്ടാക്കുമ്പോ ആദ്യമായിട്ട് ബാവന്റെ അടുത്ത് സംഭവിക്കണം പെട്ട ഉള്ളിയാണ് കരിയും. അതെ അതെ അതെ, ഉള്ളിയാണ് കരിയും. അങ്ങനെ കാര്യം ടേസ്റ്റ് ഡിഫറെന്റ് ആവും. ടേസ്റ്റ് അതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ പോണേ. ഇനി വേറെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരിക്കലും ഉണ്ടാക്കണില്ല, പറയാൻ പറ്റില്ല. ചില മനസ്സുകാർ ഉണ്ടാക്കിയാലോ ഒന്നും പറയാൻ പറ്റില്ല. ടൈം ഉണ്ട്. അത് ഞങ്ങൾ വർക്കുകൾ തുടങ്ങാൻ പോണേ. പ്ലീസ് കം, എല്ലാവരും വരും. എന്നാ തുടങ്ങിക്കോളി. ഞാൻ ഇവിടെ ഉണ്ട്, ക്യാമറമാൻ ആയിക്കാണ്ട്. അപ്പൊ ഞാൻ ഉള്ളി വെട്ടാൻ പോണേ. ഉള്ളി വെട്ടി 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 ഞാൻ വെട്ടിക്കണേ. ഇനി ചിക്കനക്കുള്ളത് ഞാൻ വെട്ടും. ഇതിപ്പോ നെയ്ച്ചോറ് അല്ല ബീഫുക്കുള്ളത്. നെയ്ച്ചോറിന് കുറച്ചെടുക്കണം, കുറച്ച് ബീഫുക്കുള്ളതും വേണമെങ്കിൽ വേണമെങ്കിൽ വെട്ടാം. അപ്പൊ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കാം. ഒരു ബാക്കി വിശേഷങ്ങളായിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ പോവരുത്. ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിർബന്ധമായിട്ടൊന്നും പറയില്ലട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അല്ലേ, എന്താ തോന്നണം ഒക്കെ കമന്റ് ചെയ്തോളി ട്ടാ. വീഡിയോ പിന്നെ അങ്ങനെ അടിച്ചു വിടൊന്നും വേണ്ട, മെല്ലെ മെല്ലെ കണ്ടിട്ട് പോയിക്കോളി. സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു നല്ല നിലയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മുഹറം 10 നല്ല രസമുണ്ടല്ലേ. അടുത്ത കൊല്ലം ഇങ്ങനെ നോമ്പ് നോൽക്കാൻ അല്ലാവോ എല്ലാവർക്കും ആരോഗ്യം നമുക്കെല്ലാം തരട്ടെ. ഇടിവെട്ടുണ്ട്, ഓടിക്കോ, ഇടി മിന്നുണ്ട്. അങ്ങനെ തുടങ്ങാൻ പോണേ കലാപരിപാടി. തുടങ്ങിക്കോളി. എന്താ തുടങ്ങ? അപ്പൊ ഞാൻ അരി വെള്ളത്തിലിടാൻ. ഓക്കെ, ഞാൻ ചെയ്തില്ലാന്ന് പറഞ്ഞിട്ടല്ലോ. 1 കിലോ മുഴുവനാണത്. 1 കിലോ മുഴുവനാ വേണ്ടി വരില്ല. ഒരു നേരല്ലേ, ഒരു നേരം ആവശ്യമുള്ള 3/4 മതി. പിന്നെ 3/4 മതി. 3/4 മതി. മറക്കൂലല്ലേ. അത് സിമ്പിളാണ്, എനിക്ക് അയച്ചെടുക്കാൻ പറ്റും. എനിക്കതിലും വലിയ സിമ്പിൾ. അപ്പൊ എത്ര 3/4 കിലോ അല്ലേ സുമാറെ? അപ്പൊ നിങ്ങൾ കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ വിശേഷങ്ങൾ, നിങ്ങളുടെ മുഹറം എങ്ങനെയൊക്കെ ആയിരുന്നു ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അവിടെ വെക്കി. എനിക്ക് അളക്കണം, എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ ആരും അങ്ങനല്ല. എനിക്കൊരു പാത്രത്തിലിട്ട് അളന്നാൽ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇറച്ചിക്കുട്ടം ഇവിടെ വേവുണ്ട് കേട്ടോ. മസാല ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടി ഉപ്പിട്ട് കണ്ട് വേവിച്ചാൽ വെച്ചാൽ എന്നിട്ട് മസാല ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട് ഗ്രേവി അല്ല. അപ്പൊ പിന്നെ അരി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ സുമാറിടുമ്പോൾ എനിക്ക് എന്തൊക്കെയൊരു അസ്വസ്ഥത വരും. അപ്പോൾ പിന്നെ എനിക്ക് വേവൂല തോന്നും, ചില വേറിയണ തോന്നും. അപ്പൊ എനിക്ക് കറക്റ്റാക്കി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്കറിയാം ഇതിൽ എത്ര വെള്ളം വേണ്ടിയിരുന്നത്. ഞാന് എന്റെ ഐറ്റംസുകളൊക്കെ റെഡിയാക്കാൻ പോകണം. ഞാൻ ഉണ്ടാക്കാൻ പോണ ഐറ്റംസ് ഈ ഭത്തൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ചായ ഞാൻ ഉണ്ടാക്കും. സിമ്പിൾ പരിപാടി. നാരങ്ങ ജ്യൂസ് ഞാൻ ഉണ്ടാക്കും. സിമ്പിൾ ഒന്നും ചെയ്യണ്ട. ഈ ഇറച്ചി ബീഫ് മസാല ഉണ്ടാക്കുക, നെയ്ച്ചോറ് ഉണ്ടാക്കുക, പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ തരിക. അത്രയും ചെയ്താൽ സിമ്പിൾ പരിപാടിയല്ലേ. ഇതിക്ക് ഇനി എന്തൊക്കെ വേണമെന്നറിയോ? ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, വേപ്പിൻ്റെ വേണം, പിന്നെ തക്കാളി വേണം. അതൊക്കെ ആര് അരിഞ്ഞു തരും? അതൊക്കെ വെറുതെ പറഞ്ഞാട്ടോ. ഞാൻ തന്നെ പാത്രം ഇല്ല ഇവിടെ. അതാ ഇവിടെ പാത്രം ഇല്ല. നിങ്ങൾ കഴുകിയിട്ടില്ല, ഞാൻ കഴുകുമല്ലോ. അപ്പൊ ഇനി ഞാനിതേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കട്ടെട്ടാ. പിന്നെ തക്കാളി വേണം, ഒക്കെ ഉണ്ടാക്കട്ടെ. അപ്പൊ നെയ്ച്ചോറ് മാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് മാണത്? വറുത്തിട്ടില്ല,
ശരിക്കും ഈ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ വറുത്തിട്ട് ഉണ്ടാക്കണ്ടേ, അതിനാണ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഗീ റൈസ് ആദ്യം വാഷ് ചെയ്ത് കഴുകിയതിന്റെ ശേഷം നിങ്ങൾ പോയപ്പോഴേ എടുക്കാൻ പറ്റിയില്ല, എന്താ പറയാ ഉള്ളിയും പട്ടയും ഇതൊക്കെ ഇട്ടുകൊണ്ട് അതിക്ക് നേരെ പിന്നെ അതായത് പട്ട ഡ്രൈ മസാല ഇട്ടിട്ട് ആ നെയ്യും ഡ്രൈ മസാല ഇട്ടിട്ട് അതിന്റെ അരി ഇട്ടിട്ട് അരിക്ക് ഇട്ട് കൊടുക്കുക. അത്ര ചെയ്തോളൂ. എന്നിട്ട് അരി നല്ലൊന്ന് വറുത്തെടുക്കുക. അതിക്ക് പാകത്തിനുള്ള വെള്ളം ഇവിടെ തളച്ചുകൊണ്ടിരിക്കണേ. എന്നാ പിന്നെ പച്ചവെള്ളം ഒഴിക്കണ്ടല്ലോ, വെള്ളം തീക്കണ്ട ഒഴിക്കുക. ഞാനേ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാൻ നെയ്ച്ചോറുണ്ടാക്കിയില്ലേ, ഇത്തിരി വേവ് പറഞ്ഞ് നല്ല ടേസ്റ്റ് വേവ് പറഞ്ഞു അടിപൊളിയത്. എനിക്ക് തോന്നി എന്തോ പരീക്ഷണം നടത്തിക്കണുള്ളത്. അതിന്റെ വേവ് കുറച്ച് കുറഞ്ഞു, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് നല്ലൊരു ഒന്നുകൂടി വേവിച്ച് അപ്പൊ റെഡിയായി. രാത്രിയൊക്കെ റെഡിയായി. നല്ല രസം. അതാണ് ചിലത് അങ്ങനെ നമ്മളുണ്ടേ. ഇതിപ്പോ കുറച്ചുകൂടി വെള്ളം കൂടുതൽ വെക്കും അല്ലേ? അല്ല ആ വെള്ളം തന്നെ മതി. ആ വെള്ളം പോലെ അപ്പൊ വേവ് പറയില്ലേ? അങ്ങനല്ല, ഇന്ന് കൊടുക്കണ വെള്ളം തന്നെ മതി. ഞാൻ അന്ന് കുറച്ച് കുറച്ചതാണ്. അതെ, ആവശ്യമില്ല. അപ്പൊ നമ്മള് നോക്കഞ്ഞി എന്തൊക്കെ ആയി തീരുന്നു നമ്മൾ നോക്കല്ലേ. ഒന്നും ആവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആയിക്കോട്ടെ. പിന്നെ അതിക്കുള്ള ഉള്ളിയാണ് ഒന്ന് വറുത്ത് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനേ. ഓക്കെ, അതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇതളാക്കി അല്ലേ? എന്നിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ ഇതാ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിന്. ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. പിന്നെ 2 മാങ്ങയുണ്ട് അവിടെ. ബീഫ് പിന്നെ കറി എല്ലാ ഇഷ്ടല്ലേ, ഇറച്ചൊന്നും കുട്ടികൾക്ക് ഇഷ്ടല്ലേ. നല്ല ഗ്രേവി ആക്കിയാല് ഗ്രേവി നല്ല പൊടുത്തം വിടും. അടിപൊളിയാവും. അതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല, ഇങ്ങനെ മതി. ഗ്രേവി ഇങ്ങനെ കുഴച്ച് തിന്നുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് നെയ്ച്ചോറിട്ട് വറക്കാനിടാം. അതെ, പിന്നെ ഇതിക്ക് ഇനി കുറച്ചുകൂടി ഉള്ളി കട്ട് ചെയ്യാണ്ട് അത് ഞാൻ കട്ട് ചെയ്യേണ്ടി വരുമോ? വേണ്ട, ഓക്കെ ഓക്കെ. അപ്പൊ ഇത് റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ വരട്ടോ അല്ലേ? അപ്പൊ ഇതാ നെയ്ച്ചോറ് റെഡി ആയിട്ടതാ. ഞാൻ ചിക്കൻ ഗ്രേവിക്കുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മസാല ഉണ്ടാക്കട്ടെ. ചട്ടി എടുത്തിട്ട് ഉള്ളി ഞാൻ തൊലിച്ചു കൊടുക്കുന്നുണ്ട്. തൊലിച്ച് അപ്പൊ അരിയല്ലാരാ നിങ്ങൾ ഇറച്ചിയിൽ വായ കുറുക്കിയാവും. ഞാൻ അതിന്റെ ഷേപ്പിൽ നുറുക്കിക്കോളാം. വായക്ക കട്ട് ചെയ്യേ. അതെ, അപ്പൊ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കണ്ടേ. നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടം. ഇന്നലെ നിങ്ങൾ അനുഭവിച്ചില്ല? ഇന്നലെ അനുഭവിച്ചു. ഇവിടെ മാങ്ങന്റെ ജ്യൂസ് ഉണ്ടായിട്ടും എല്ലാവരും കുടിച്ചത് നാരങ്ങ വെള്ളമാണ്. ഞാൻ പറഞ്ഞു നാരങ്ങ വെള്ളം ഉണ്ടാക്കണം പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല, മാളിച്ച് മാങ്ങ ജ്യൂസ്. ഞാൻ മാങ്ങ ജ്യൂസ് ഞാൻ ഉണ്ടാക്കി. ഇതിനും കൂടി പഞ്ചസാര കളയണ്ടല്ലോ, എനിക്ക് ലാഭം നോക്കി. അപ്പൊ എന്തായി? എല്ലാരും എന്ത് ചെയ്തേ? ആരും കുടിച്ചില്ല. നാരങ്ങ വെള്ളം എല്ലാവർക്കും പറ്റിയതോ. അതെ, അപ്പൊ ഇപ്പൊ കേടൊന്നുമില്ല. നമ്മള് വെറും വയറ്റില് കുറച്ച് പച്ചവെള്ളം കുടിച്ചാ. അതെ, നാരങ്ങ നമുക്ക് പെട്ടെന്ന് ജ്യൂസിന് കിട്ടാനുള്ള ഒരു ടെക്നിക്കാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനത്തെ ചുണ്ടുള്ള കത്തി വേണട്ടാ. അങ്ങനെ കറക്കി കഴിഞ്ഞാൽ അങ്ങനെ വരും. വേണ്ട, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കി. ആൾക്കാരെ ചെയ്യുന്നുണ്ടാവും. അപ്പോ നാരങ്ങ ഉണ്ടാക്കട്ടാ. എന്താ വെച്ചാല് നാരങ്ങ വെറും വയറ്റില് കുടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മള് കുറച്ച് പച്ചവെള്ളം കൊണ്ട് നോമ്പെറുക്കുക. എന്നിട്ട് ഈത്തപ്പഴം ഉള്ളവർക്ക് ഈത്തപ്പഴം തിന്നാ. എനിക്കിത് ഇത്ര ഇതാവില്ല. പെട്ടെന്ന് എനിക്ക് എന്റെ കൈയ്യായിട്ടാണ്. പിന്നെ പെട്ടെന്ന് ഇതിനെക്കാട്ടി എളുപ്പം കിട്ടും. മാറി ഞാൻ എന്റെ എന്താണ് ഉള്ളി കട്ട് ചെയ്യട്ടാ. ബീഫ് മസാല റെഡി കൊണ്ടിരിക്കുന്നില്ല. ബീഫ് മസാല ബീഫ് മസാല ബീഫ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നാടൻ സ്റ്റൈലിലുള്ള കഴിക്കാറ്. പ്രത്യേകിച്ച് പേരുകളൊന്നും ചെല്ലോ. നാടൻ തനി നാടൻ. അതെ, അതാണ് ആവശ്യം. അപ്പൊ ഇതിൽ പെട്ടിട്ടുള്ള നമ്മള് ബീഫ് കൊണ്ടാട്ടം, ബീഫ് കടന്നാക്കുടുങ്ങി, ബീഫ് ചില്ലി, ബീഫ് ഉലത്തിയത്. അപ്പൊ ഇതിൽ പെട്ടിട്ടുള്ള എന്തൊക്കെ ഇതില് സാധാ ഇതല്ലേ ഐറ്റംസ് ഒക്കെ പോലോ. വെളിച്ചെണ്ണ ഒഴിക്കണേ. ഫസ്റ്റില് വെളിച്ചെണ്ണ ഒഴിക്കണേ. കുറച്ച് ഉലുവ, കുറച്ച് പെരിഞ്ചീരകം ഇടണേ. 2 പൊട്ടിയ ശേഷം കരിവേപ്പിൻ്റെ ഇല, വല്യുള്ളി, പച്ചമുളക്. അതാണ് ഇപ്പൊ ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കാം. അതുവരെ എത്തി. ഇപ്പൊ തന്നെ നല്ല മണവും കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈമാന്റെ ശക്തി കൊണ്ട് നോമ്പ് മുറിയായിരിക്കും. അത്രയും മണമുണ്ട്. നോമ്പാണ് വലുത്. പക്ഷെ മെയിൻ ചെയ്യാതിരിക്കുമ്പോ ഈ മണായി. അപ്പൊ ഇനി അത് വാടട്ടെ. നല്ലാണ്ട് ബ്രൗൺ ആവൊന്നും വേണ്ട. അതിന് മുന്നേ തന്നെ തട്ട. അതെ,
ഇത് നമുക്ക് നേരമില്ല. അതെ, നമുക്ക് പെട്ടെന്ന് സംഭവം നടക്കണം. അതെ. ഓക്കെ ഓക്കെ, ഇപ്പൊ വരാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി വാടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇട്ട്, പിന്നെ മസാലകൾ മമ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല, പിന്നെ മല്ലി ഞാൻ ഇതിക്ക് അധികം യൂസ് ചെയ്യുന്നില്ല, കുറച്ചിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മസാലക്കെട്ട് മസാല റെഡിയായി. ഓക്കെ, ഈ കുക്കറിതാ നമ്മളെ സാധാ മറ്റേ കുക്കറിലേക്ക് ഇതിലൊന്നും പോന്നിട്ടില്ല, ഒട്ടി പിടിക്കൂലേ? ഒട്ടി പിടിച്ചില്ല. ഇവിടെ ഗ്യാപ്പില്ലേ, അവിടെ തടഞ്ഞിക്കണേ. കുടുങ്ങും. അപ്പൊ മസാലയ്ക്ക് ബീഫ് തട്ടിട്ടുണ്ടാ. ഇനി ഞാൻ ചെയ്യാൻ പോണെന്താ അറിയോ, ഈ മസാല ഇതാ ഈ കുക്കറിൽ തട്ടിയിട്ട് വിസിലടിച്ച ഒന്ന് വിസിലടി ഒന്നും ചേരാണ്ടല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളിയാവും. അപ്പൊ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ലൊരു ലെവലിലാവും. അതല്ല, അപ്പൊ ഞാൻ ഇത് തീ കിട്ടുക, അപ്പൊ ഈ മസാല തീ കിട്ടാൻ പോകുന്ന അതെ. ഇനിയിപ്പോ സാരില്ല, ഒട്ടാപ്പണിയല്ല ചെയ്യൂല പെണ്ണെ അല്ലേ? തട്ടിക്കോ തട്ടിക്കോ. ഞാൻ മറന്നാണ്, ഞാൻ തീ കിട്ടാൻ വിചാരിച്ചു. സത്യത്തില് ഞാൻ ആ മസാല തീക്ക് ഇടാൻ വിചാരിച്ചാണ്. അപ്പൊ സംഭവം എന്താ വെച്ചാല് നിങ്ങളിങ്ങനെ സംസാരിച്ച ആ സംസാരത്തില് മാറിപ്പോയി, പെട്ടെന്ന് ഓർമ്മയില്ലാതായി. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം സംഗതി നടന്നിരിക്കണേ. അതെ, അല്ലാണ്ട് ഒരു മണ്ടല് മിസ് ചെയ്യാം, ഒരു മണി ഇൻസ്റ്റാഗ്രാമില് മിസ് ചെയ്യാം. മിസ് നല്ല മിസ് ചെയ്തിരിക്കണെന്ന് അറിയില്ല. അപ്പൊ അത് അപ്പൊ ജസ്റ്റ് മൂടി വെക്കാം. അപ്പൊ ഐറ്റംസുകളൊക്കെ ഏകദേശം തയ്യാറാക്കും. ഒരു സാധനം ഉണ്ട്, മെയിൻ സാധനം എന്താണ് ഇതിടണക്ക്. അതെ, അതും മറന്നാ മറന്നിട്ടില്ല. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ എല്ലാവരും കമന്റ് ചെയ്തിരുന്നു, ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ. അതാ ഞാൻ ബാധിച്ചാണ്. കഷ്ണം മതി, ഇതിന് മെയിൻ ടേസ്റ്റ് ഇതാണ്. അതെ, അതും കൂടി ഇട്ടാണ് മൂടിയൊക്കെ. ഇന്നലെ കഴിഞ്ഞാണ് അപ്പൊ ഞാൻ നന്നായി മൂടിയൊക്കെ. മൂടാൻ പഠിച്ചാ എത്ര ഞാൻ പഠിച്ചപ്പോ. അപ്പൊ മക്കളെ ഐറ്റംസുകളൊക്കെ തകൃതിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുഹറം പത്ത് ഇതാ നമ്മളിൽ നിന്ന് പിരിയാണ്. ഭത്തൊക്കെ നുറുക്കിച്ച് ബീഫായി, ചോറായി, ചായയായി. അതെ, ഇപ്പൊ പൊരിക്കടി ഉണ്ടാക്കണേ. പൊരിക്കടി ഈ ചോറൊന്നും ഉണ്ടായതുകൊണ്ട് പൊരിക്കടിന്റെ ആവശ്യമില്ലല്ലോ. കാരണം നെയ്ച്ചോറും ബീഫും മസാലയൊക്കെ ഉണ്ടാവുമ്പോ തന്നെ പിന്നെ ഒരു പൊരിക്കടി അവിടെ ആവശ്യമില്ല. പിന്നെന്താ, ഇന്ന് നെയ്ച്ചോറായതുകൊണ്ട് കട്ടൻ ചായ. പൊന്നൂന് നോമ്പുണ്ട്, പാവത്തിന് നോമ്പുണ്ട്, പൊന്നൂന് നോമ്പുണ്ട്, കഷ്ടപ്പെട്ട് നോക്കുകയാണ് ആള്. രണ്ടാക്കും നോമ്പാണ്. മോൾട്ടിക്ക് ബീഫ് താല്പര്യമില്ല. അപ്പൊ മോൾട്ടി അവിടുന്നാണ് കേട്ടോ. നമ്മൾ ബീഫ് ആയതുകൊണ്ട് ആക്കി താല്പര്യമില്ല, കൂട്ടൂല. പിന്നെ അതൊക്കെയാണ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ്. പിന്നെ നാളെ നല്ല അടിപൊളി നെട്ടിക്കണ വീഡിയോ വരുന്നുണ്ട്. അതൊരു സ്പെഷ്യല് സർപ്രൈസ് ആണ്. എന്താന്ന് ഇപ്പൊ പറഞ്ഞില്ല, സർപ്രൈസ് വീഡിയോ ഉണ്ട്. ഒരു സാധനം ഉണ്ട്, കാണിച്ചു തരുന്നുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു തരണം. എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നാളെ അമ്മ വരും. അതെ, നാളല്ല, ഇന്നിപ്പോ ഈ വീഡിയോ ഇടണ അന്ന് നിങ്ങൾ കാണുന്ന അന്നാണ് വീഡിയോ വരിക, ഉമ്മ വരിക. പിറ്റേ ദിവസമാണ് ആ വീഡിയോ വരിക കേട്ടോ. അപ്പൊ അമ്മ വരുമ്പോ അതിലൊരു സർപ്രൈസ് ഉണ്ട്. അതെ, അമ്മ വരുമ്പോ അമ്മയുടെ കൂടെ ഒരു സർപ്രൈസ് അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാം, എല്ലാവരും വെയിറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങളെ മുഹറമ്പത്തിന്റെ നോമ്പിന്റെയും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, പിന്നെ എന്തായാലും സ്പെഷ്യലൊക്കെ. അപ്പൊ ബാക്കിയുള്ള കാണാം. ഓക്കെ, വൈകുന്നേരം നോമ്പ് നോറ്റിനുള്ളൊരു എങ്ങനെയുണ്ട് എഫക്ട്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് പറയും, എങ്ങനെയുണ്ട്? നാളെ നോമ്പ് നോക്കാനുള്ളൊരു ഇതുണ്ടാ, കേൾപ്പുണ്ടാ? ഇന്നലെ രാത്രി ആ നൊലോൽച്ചിന്ന് കൈന്ന് കാണിച്ചു കൊടുത്താ ബോക്സിങ്ങിന്റെ കൈയാണിത്. എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞു കൊടുത്താ, എന്താ ചെയ്തെന്ന്? എങ്ങനെ കുത്തിയത്, കുത്താനുള്ള കാരണങ്ങള്? കാരണക്കാരൻ ഈ ദുഷ്ടൻ അല്ല. കുട്ടിനെ കാട്ടില്ല നോക്ക്. അപ്പോ നാളെ നോമ്പെടുക്കുന്നതിന് ടുമോറോ ഫോളോ. നാളെ നോമ്പുണ്ടോ പൊന്നോ മുത്തേ? ഡോക്കി ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് നാളെ നോമ്പ് പോൽക്കണ്ടാ? നോമ്പുണ്ടാ? ആ, നാളെ 11 ആ ഇവിടെ വിഷയമല്ല, 11 30 രണ്ടെങ്കിലും പൊന്നു നോൽക്കും. എന്ത് പൊന്നോ? വൈകുന്നേരം ആളെ തെറ്റി എനിക്ക്. അപ്പൊ ഇതൊരു സംഭവം ഇതിന്റെ കുട്ടിയുടെ കൈ ഇതെങ്ങനെ തേച്ചു കൊടുത്താണ്, ബോക്സിങ്ങില് പരിക്ക് പറ്റിയതാണ്. അതെ, ഒരു ദുഷ്ടന്റെ കണ്ടുകാണ്ട് പോലും ചെയ്താണ്.
ആ ദുഷ്ടൻ ഈ പരിസരത്തൊക്കെ ഉണ്ട്. മുത്താണ് മുത്ത്. അപ്പൊ എല്ലാം ആയി. അല്ല പൊന്നൂന് ഇത് വിളമ്പണ ചോറ് പൊന്നൂന് അയച്ചു വാരി കൊടുക്കുക. എങ്ങനെയും കുഴപ്പമില്ല. അതെങ്ങനെ അപ്പോ ഇപ്പോ അപ്പതാ പരിപാടി തുടങ്ങി. എന്തൊക്കെയാണേ പറഞ്ഞെടുത്ത് പോനോ. അപ്പൊ ഇതാ ബീഫ് ഞാന് ഗ്രേവിയിൽ ഒന്ന് വെള്ളം നീണ്ട്. നല്ല ദം നെയ്ച്ചോറ്. അപ്പൊ എന്നോട് പറഞ്ഞേ ബീഫ് കറി നിങ്ങൾ ഉണ്ടാക്കിക്കുന്ന ഒരൊറ്റ ഓട്ടം ഓടിയിട്ടുണ്ട്. ആ തിരിച്ചെത്തിക്കണം. അപ്പൊ മക്കളെ എല്ലാ ഐറ്റംസും അങ്ങനെ പറഞ്ഞ് ബീഫ് പിന്നെ ഫ്രൈ ബീഫ് ഇല്ലേ, പൊരിച്ച ബീഫ് കൊണ്ടുവരണ്ട്. പൊരിച്ചത് അങ്ങനെ ഫത്തക്ക. ആ അതാ ചേടാരി ഭാഗം അങ്ങനെ പറയാം. എന്താണ് നിങ്ങള് അങ്ങനല്ലേ ഇപ്പൊ എന്തൊക്കെയായി ബാങ്ക് കൊടുത്ത് എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ. രണ്ടാമത്തെ പത്ത്. രണ്ടാമത്തെ പത്തല്ല, മുഹറം 10. മുഹറം 10ആണ്. അടുത്ത വർഷവും ഇതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമുക്കെല്ലാം നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കാൻ അല്ലാഹു അവതാക്കട്ടെ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ആമീൻ. ഓക്കെ. അപ്പൊ ഈത്തപ്പഴം കഴിഞ്ഞിങ്ങനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൽഹംദുലില്ലാ. നോമ്പ് തുറന്ന് ഇത് രസല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. മോന് നല്ല ചാട്ടം ചാടിയിരുന്നു ഇവിടെ. ഞാൻ മോനോട് ഇങ്ങനെ ചാടിയ സംശയിക്കുവാരെങ്കിലും എന്നാ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുക. നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടാ. അപ്പൊ ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറ്, പിന്നെതാ ബീഫ് ഫ്രൈ അല്ല ഗ്രേവി. നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ ബീഫിന്റെ കറിയും. അത് അടുത്തോ ബീഫ് കറി അതുപോലെ മസാല ബീഫ് മസാല എങ്ങനെയുണ്ട് നോക്കട്ടെ. ഉള്ളി ഇങ്ങനെ നോക്കട്ടെ പറഞ്ഞുതരാം. ടേസ്റ്റ് ഉണ്ടോടാ. ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് എടുത്തിട്ട് നെയ്ച്ചോറും കൂടെ വെച്ചിട്ടാണ് കഴിക്കാൻ പോണത്. ഇതാ ഞാൻ ചിന്റെ തൊള്ളി കൊണ്ടിരുന്നു കാട്ടിലുണ്ടോ തോന്നുന്നുണ്ട്. കൊതി കൊണ്ടിരുന്നു. കുഴപ്പമില്ല. അടിപൊളി. അൽഹംദുലില്ലാ. കുഴപ്പമില്ല. അതെ. അപ്പൊ നിങ്ങൾ കഴിക്കുകയാണ്. ക്യാമറ ഇതും കൂടെ കഴിക്കാൻ സ്വസ്ഥത കിട്ടൂല അല്ലേ. സ്വസ്ഥത കിട്ടൂല. അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ട് വരാം ഇൻഷാ അല്ലാഹ്. ബാക്കി ഇപ്പൊ വരാം അല്ലേ. അതെ. എന്നോട് മുണ്ടണിയ ഞാൻ നീച്ചിട്ടില്ല. നിങ്ങളോട് പറയാനേ ഞാൻ നീച്ചിട്ട് കുട്ടികൾ മുഴുവൻ നീച്ചു. എനിക്ക് നീച്ചാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇത് പിന്നെ ഇടണം തോന്നാണ്. ബീഫ് ഇങ്ങോട്ട് പറയാൻ നെയ്ച്ചോറും ബീഫ് ഒന്നുകൊന്ന് മെച്ചം. ഒന്നും പറയില്ല. മാഷാ അല്ലാഹ്. എനിക്ക് പറയാനുള്ള ഇങ്ങനെ എത്രയും നന്നായിട്ട് ഉണ്ടാക്കരുത് എന്നാണ്. കാരണം എൻ്റെ തടിയാണ് കേടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നിന്നിട്ടുള്ളൂ. അവിടെ എനിക്ക് പേടിച്ചണ്ട, നിങ്ങൾ പേടിച്ചണം. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. കൈ സുഖമില്ല, ചോറുന്നാൻ പറ്റാ. പിന്നെന്താ നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയിക്കും. എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ നോമ്പ് എങ്ങനെ ഉണ്ടായെന്നൊക്കെ അറിയിക്കൊണ്ട്. എന്തൊക്കെയായിരുന്നു ഫുഡ്, എങ്ങനെയുണ്ട് ഫുഡ് എല്ലാ വിവരവും അറിയിക്കൊണ്ട്. എനിക്ക് ഏതാ ഇഷ്ടമായത്? ഏതാ ഇതിൽ ഇഷ്ടമായത്? കറി മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബീഫ് മസാലയാണ്. പറ്റിയത് എനിക്ക് രണ്ടും ഇഷ്ടമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. എന്താണ് വേണ്ട നോക്കണേ? ഒട്ടുകന്ത സാധനം കയറി പ്രാണി ഇതെന്താ കാട്ടുന്നത്? അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെന്താ പറയാലോ നിങ്ങളോ. അപ്പൊ വേറെ നാളെ നിങ്ങളൊക്കെ ഞെട്ടിക്കുന്ന ഒരു പൊടുത്തപ്പെട്ട വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും അല്ലേ. ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹയറുണ്ട്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കല്ലാന്നുള്ള സന്തോഷമുണ്ട്. ഒരുപാട് സപ്പോർട്ടുണ്ട്. വലിയ താങ്ക് യു. അത് എങ്ങനെ പറഞ്ഞാലും മതിയാവൂല.
പിന്നെ നമുക്ക് പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സ്, നമ്മളൊരു കാര്യം അറിയാത്ത സബ്സ്ക്രൈബേഴ്സ്, എന്നിട്ടും നമുക്ക് ഫുൾ സപ്പോർട്ട്. അതെ, അതിനാണ് സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം. പറഞ്ഞറിയിക്കാൻ കഴിയൂല. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കെല്ലാം അല്ലാഹു ഹൈററ്റ്. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഗ്രൂപ്പുകൾക്ക്, ഫാമിലി ഗ്രൂപ്പുകൾക്ക് കണ്ടൊക്കെ നമ്മളൊരു വീഡിയോ കേട്ടോ. ഇങ്ങനെ പാവപ്പെട്ടവന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയാ, ലൈക്കും കമന്റ് ഒക്കെ ഇടോണ്ടിട്ടാ, കമന്റ് ഇടോണ്ടി അഭിപ്രായങ്ങളൊക്കെ. ഞങ്ങളെ നോമ്പിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഒരു പാവം നോമ്പ് തുറ. ഇന്ന് പിന്നെ പൊരിക്കടി ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പിന്നെ ഇടുകയാണ്. ഇനി ഡൽഹി മതി. ഈ പാത്രം ഒന്ന് മാറ്റിക്കണേ ആരെങ്കിലും ഒരാള്. ഇതാ ഇതൊന്ന് മാറ്റിക്കണേ. പൊന്നുവാ മോനുവാ, പൊന്നുവാ മോനുവാ, ഈ പാത്രം മാറ്റിയിട്ട് ഇവിടെ നീ ഈ ചോറ് ഇവിടെ കല്ലേ. അപ്പൊ എന്താ പറയാ, എന്റെ കയ്യിൽ അടിയണോ. അപ്പോ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരണ്ടേ അല്ലേ? അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈകി അങ്ങനെ കേൾത്തല്ല ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ആ ബീഫ് കഴിഞ്ഞ് സബ്സ്ക്രൈബ് അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും അപ്പൊ നാളെ കാണാം. വൈൻഡപ്പ് ഉണ്ട് പറയും. ബൈ ബൈ. എന്താ പറയാളേ? അപ്പോ നോമ്പൊക്കെ എല്ലാം അടിപൊളിയായി. ഇന്നലെ ബോക്സിങ്ങിൽ പരിക്കറ്റിന്നാണ് കയ്യെ, അതുകൊണ്ട് വലയൊക്കെ ചോറുന്നാൻ പറ്റണില്ല. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും പൊളിച്ചാണ്ട് അതിന്റെ ഉള്ളിക്കട് കയറുക. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ. ലൈക്കാണ് കുത്തി വിടണേ.